Dear students, welcome to Learner's World. In this video, I'm going to talk about a short film, Manhole, directed by Vidhi Vincent, MDC Humanities, 3rd semester, Calicut University. Summary of Manhole by Vidhi Vincent. Manhole, 2016, directed by Vidhi Vincent, is a powerful Malayalam social drama that exposes the harsh realities of caste discrimination and the inhuman practice of manual scavenging in India. മാൻഹോൾ എന്ന് പറയുന്നത് 2016 റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ്. വിധു വിൻസെൻ്റ് ആണ് ഡയറക്ടർ. ഇതൊരു മലയാളം സോഷ്യൽ ഡ്രാമയാണ്. അതായത് ജാതി വിവേചനത്തിൻ്റെ ക്രൂരതകൾ ഒക്കെ കാണിക്കുന്ന, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതുപോലെ മാനുവൽ സ്കാവഞ്ചിങ്, ഇന്ത്യയിലെ മാനുവൽ സ്കാവഞ്ചിങ്, അതായത് തോട്ടിപ്പണി, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്ക് ഒരു ഒക്കുപ്പേഷൻ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ തോട്ടിപ്പണി ജോലിയുടെ ആ ഒരു ഹാർഷ് റിയാലിറ്റി ഒക്കെയാണ് അതിൽ റിവീൽ ചെയ്യുന്നത്. The film portrays the struggles of Dalit communities who are historically forced into degrading and dangerous jobs due to the caste system. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം ചിത്രീകരിക്കുന്നത് ദളിത് കമ്മ്യൂണിറ്റീസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അവരെ ഫോഴ്സ് ചെയ്യാണ്. അതായത് അവരുടെ ജാതി താഴ്ന്ന ജാതി ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണം. അതായത് ഈ ഒരു മാൻഹോൾ എന്ന് പറയുന്നത് ഒരു മാലിന്യക്കുഴിയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് ഈ ഒരു കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്നത്. അപ്പോൾ ഈ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു മാലിന്യക്കുഴി ക്ലീൻ ചെയ്യുന്നത്. The story revolves around Shalini, the daughter of IS Army, a manual scavenger, and Pappati, a domestic worker. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടഗണിസ്റ്റാണ് ശാലിനി. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഷോർട്ട് ഫിലിം. IS ആർമിയുടെ മകളാണ്. അവരൊരു മാനുവൽ സ്കാവഞ്ചറാണ്. സ്കാവഞ്ചർ മീൻസ് തോട്ടിപ്പണി, അതായത് ഈ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ്, അതുപോലെ ബാക്കിയുള്ള മാലിന്യങ്ങളൊക്കെ കൈകൾ കൊണ്ട് കോഴി ക്ലീൻ ചെയ്യുന്ന ഒരു ജോലിയാണ്. അതുപോലെ പപ്പാത്തി എന്ന് പറയുന്നത് അവളുടെ അമ്മയാണ്, ഡൊമസ്റ്റിക് വർക്കറാണ്. ശാലിനി ഹൈഡ്സ് ഹർ കാസ്റ്റ് ഐഡൻറ്റിറ്റി അറ്റ് സ്കൂൾ ബിക്കോസ് ഓഫ് ദ സോഷ്യൽ സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ടു ഹർ ഫാദേഴ്സ് വർക്ക്. അപ്പോൾ ശാലിനി സ്കൂളിൽ തൻ്റെ കാസ്റ്റ് ഐഡൻറ്റിറ്റി, താൻ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളാണ് എന്നുള്ളത് മറച്ചു വെച്ചു. കാരണം അതായത് അവളുടെ അച്ഛൻ ഒരു സ്കാവഞ്ചറാണ് എന്നുള്ള ഒരു തോട്ടിപ്പണിയാണ് ചെയ്യുന്നത്, മാലിന്യമൊക്കെ വാരി ഒഴിക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് സമൂഹത്തിൽ നിന്ന് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റി നിർത്തൽപ്പെടലുകളും ഒരുപാട് വിവേചനങ്ങളൊക്കെ അവൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു കാസ്റ്റ് എന്താണെന്ന് അവൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. Her life takes a tragic turn when her father dies while cleaning a manhole suffocated by toxic gases. അവളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ്, ഒരു ട്രാജിക് ടേണിംഗ് എന്ന് പറയുന്നത് അവളുടെ അച്ഛൻ മരണപ്പെട്ടപ്പോഴാണ്. അതായത് ഒരു മാൻഹോൾ, അതായത് ഒരു മാലിന്യക്കുഴി ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അതായത് വിഷവാതകം ശ്വസിച്ചിട്ടാണ് അച്ഛൻ മരണപ്പെടുന്നത്. Though the government offers her mother the same job, she refuses, symbolizing resistance against the oppressive caste structure. പക്ഷേ അച്ഛൻ മരിച്ചപ്പോൾ ആ ഒരു ജോലി അമ്മക്ക് ഓഫർ ചെയ്തു ഗവൺമെൻറ്, പക്ഷെ അവൾ റിഫ്യൂസ് ചെയ്തു. അത് സിംബലൈസ് ചെയ്യുന്നത് അവളുടെ ആ ഒരു പ്രതിരോധമായിരുന്നു. ഈ ഒരു കാസ്റ്റ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അടിച്ചമർത്തുകയാണ്. അതായത് ഈ ലോവർ കാസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനത്തെ ജോലികളൊക്കെ കൊടുക്കുന്നുള്ളൂ. ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ജോലി തീരുമാനിക്കുന്നത്. Shalini later joins the law school and begins questioning the system that continues to exploit and humiliate her community. അങ്ങനെ ശാലിനി പിന്നീട് ലോ സ്കൂളിൽ ജോയിൻ ചെയ്യുകയും അവൾ ഈ ഒരു സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുകയാണ്. അതായത് ഈ ലോവർ കാസ്റ്റിലുള്ള ആളുകളെ നിരന്തരം ചൂഷണം ചെയ്യുകയാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, അവരെ അപമാനിക്കുകയാണ്. അതായത് ഈ ഇങ്ങനെയുള്ള തോട്ടിപ്പണി അങ്ങനെയുള്ള ജോലികളൊക്കെ നൽകി, അതുപോലെ ഈ മാലിന്യ കുഴിയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികളൊക്കെ നൽകി
അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഫിലിം ഹൈലൈറ്റ്സ് ദ ഡീപ് റൂട്ടഡ് നേച്ചർ ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, ദ ഫെയിലിയർ ഓഫ് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ദ ഡീഹ്യൂമനൈസിങ് കണ്ടീഷൻസ് ഓഫ് സാനിറ്റേഷൻ വർക്കേഴ്സ്. അതായത് ഈ ഒരു ഫിലിം ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഡീപ്പ് റൂട്ടഡ് ആണ്. അതായത് ഹിസ്റ്ററിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് തുടർന്നു കൊണ്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫെയിലിയറാണിത്. അതുപോലെ ഈ ഒരു സാനിറ്റേഷൻ വർക്കേഴ്സിൻ്റെ, ഈ മാലിന്യം ക്ലീൻ ചെയ്യുന്ന ആളുകളുടെ ഒരു പതറ്റിക് കണ്ടീഷനൊക്കെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഡിസ്പൈറ്റ് ലീഗൽ ബാൻസ് അണ്ടർ ദ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദ റീഹാബിലിറ്റേഷൻ ആക്ട് 2013, and the practice continues due to poverty and social prejudice. അതായത് ഇതിന് ഒരു ലീഗൽ ബാൻ ഉണ്ട്. ഇത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എംപ്ലോയ്മെൻറ്റ്. അതായത് ഈ മാലിന്യം കൈകൾ കൊണ്ട് കോരിയെടുക്കുക, മലിനക്കുഴി ക്ലീൻ ചെയ്യുക, തോട്ടിപ്പണി, അതായത് ഹ്യൂമൻ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് 2013 റീഹാബിലിറ്റേഷൻ ആക്റ്റിൽ. പക്ഷേ ഇത് പിന്നീട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പട്ടിണി, അതുപോലെ സോഷ്യൽ പ്രെജുഡൈസ്, അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മുൻവിധി, അതായത് താഴ്ന്ന ജാതിക്കാരുടെ ജോലി ഇതാണ്, തോട്ടിപ്പണിയാണ് എന്നുള്ള ഒരു പ്രജുഡൈസ് ഉണ്ട്. അതുമൂലമൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശാലിനിസ് ജേർണി റിഫ്ലക്ട്സ് ബോത്ത് പേഴ്സണൽ പെയിൻ ആൻഡ് സോഷ്യൽ അവേക്കനിങ്. അപ്പോൾ ശാലിനിയുടെ ഈ ഒരു ജീവിതയാത്ര എന്ന് പറയുന്നത് അവളുടെ പേഴ്സണൽ പെയിന്, അതായത് അവളുടെ ജാതി അതായതുകൊണ്ട് അച്ഛൻ അങ്ങനെയുള്ള ജോലി ചെയ്താണ് അച്ഛൻ മരണപ്പെടുന്നത്. അവൾക്കും അതുമൂലം ഉള്ള അപമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു സോഷ്യൽ അവേക്കനിങ് ആണ്, സമൂഹത്തിന് ഒരു ഉണർത്തൽ കൂടിയാണ് അവളുടെ യാത്ര. വിധു വിൻസെൻറ്റ്സ് ഡിറക്ഷൻ ബ്രിങ്സ് ഒതൻറ്റിസിറ്റി ആൻഡ് ഇമോഷണൽ ഡെപ്ത് ടു സബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ വിധു വിൻസെൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒതൻറ്റിസിറ്റി, അതുപോലെ ഒരു ഇമോഷണൽ ഡെപ്ത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മാൻഹോൾ വോൺ സെവറൽ പ്രസ്റ്റീജിയസ് അവാർഡ് ഇൻക്ലൂഡിംഗ് ദ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് ദ FIPRESCI അവാർഡ് ഫോർ ബെസ്റ്റ് മലയാളം ഫിലിം. ഫിപ്രസി അവാർഡ് ഫോർ ബെസ്റ്റ് മലയാളം ഫിലിം. അപ്പോൾ മാൻഹോളിന് ഒരുപാട് പ്രസ്റ്റീജിയസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഡയറക്ടറിനുള്ള. അതുപോലെ ഫിപ്രസി അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് മലയാളം ഫിലിമിനുള്ള. ഇറ്റ് വാസ് ഓൾസോ ദ ഫസ്റ്റ് ഫിലിം ഡയറക്റ്റഡ് ബൈ എ വുമൻ ഫ്രം കേരള ടു ബി സ്ക്രീൻഡ് ഇൻ ദ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ സെക്ഷൻ ഓഫ് ദ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. കേരളത്തിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്ത ആദ്യത്തെ ഒരു സ്ത്രീ എന്ന നിലക്ക്, സ്ത്രീ ആയിട്ടുള്ള ഡയറക്ടർ എന്നുള്ള നിലക്കുള്ള ആദ്യത്തെ സിനിമയാണ് ഈ ഒരു മാൻഹോൾ എന്ന് പറയുന്നത്. Manhole is not just a film but a social document that urges viewers to recognize and end the persistent inhumanity of manual scavenging and the caste-based operation behind it. മാൻഹോൾ എന്ന് പറയുന്നത് വെറും ഒരു ഷോർട്ട് ഫിലിം അല്ല, അതിലുപരിയായിട്ട് ഒരു സമൂഹത്തിലൊരു അവയർനെസ് ഉണ്ടാക്കുകയാണ്. അതായത് ഈ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം എത്രത്തോളം ഉണ്ടായിരുന്നു, ഈ സ്കാവഞ്ചേഴ്സിൻ്റെ മാനുവൽ സ്കാവഞ്ചിങ് വർക്കേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്, ഒരുപാട് മരണങ്ങൾ എങ്ങനെ ഈ ഒരു മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടയിൽ സംഭവിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു തുറന്നു കാണിക്കലാണ് ഈ ഒരു